മാധവ മുതലാളിയെ നേരിടാൻ ധൈര്യമുണ്ടായിരുന്ന ഒരേ ഒരാൾ ശ്രീധരനായിരുന്നു. അയാളുടെ കഥയും കഴിഞ്ഞു. നിർത്തേണ്ട പട്ടികളെ. ആരടാ നീ? ശ്രീധരന്റെ മകൻ. ഇനിയും 4 എണ്ണം ബാക്കിയുണ്ട്. ആവശ്യമുള്ളവർ മുമ്പോട്ട് വരാം. നാണം കെട്ട പരീക്ഷകൾ. അവൻ വാൻ തട്ടിക്കൊണ്ടുപോയപ്പോ നീ എല്ലാം നോക്കി രസിക്കുകയായിരുന്നു. ശ്രീധരന്റെ മരണത്തിന് നമ്മളാണ് ഉത്തരവാദിയെന്ന് അവൻ എങ്ങനെയോ മണത്തറിഞ്ഞിരിക്കുന്നു. അച്ഛന്റെ മരണത്തെക്കാൾ ക്രൂരമായിരിക്കും മകന്റേത്. അവൻ തട്ടിക്കൊണ്ടുപോയ അതേ വാനിൽ തന്നെ അവന്റെ ശവം നമ്മുടെ ഗോഡൌണിലെത്തും. അത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഗോഡൌണിൽ അവൻ ഇല്ലാതെയായി പോയി. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവരിൽ നിന്ന് തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകണം. എന്റെ അച്ഛനെ കൊന്നവനോട് എനിക്ക് പകരം ചോദിക്കണം. ഒരേ പാക്കറ്റിൽ 6 ഐസും. ശ്രീധരന്റെ മകൻ വിനോദ് കളിക്കുമ്പോൾ ചിലപ്പം ഉണ്ടായെന്ന് വരും. ഇനി എത്ര പ്രാവശ്യം ഞാൻ വരണം ഡോക്ടർ? എത്ര പ്രാവശ്യം ഡോക്ടറെ കാണുന്നു അത്രയും ആരോഗ്യത്തിന് നല്ലത്. അപ്പം വന്നു തന്നെ ആകണമല്ലോ. ഞാൻ എപ്പോഴും ഈ ചേട്ടനോട് പറയുന്നുണ്ട് ശരീരം സൂക്ഷിക്കണമെന്ന്. എന്തെങ്കിലും ഒരു പരിക്കില്ലാത്ത ദിവസമുണ്ടോ? ഡോക്ടറാണെന്ന് പറഞ്ഞ് വലിയ പോസ് ഒന്നും കാണിക്കില്ല. എന്റെ ഓർമ്മയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 2ാമത്തെ മുറിവാണ്. ആ അല്ല, എന്തെങ്കിലും ചില്ലറ മുറിവുണ്ടെങ്കിൽ അത് ഭേദമാക്കാൻ ചിരിച്ച് ഈ ചിരി എന്ന് പറയുന്ന മരുന്നുണ്ടല്ലോ. വിശേഷം ഒന്നും പറയണ്ട. ആ നോക്കട്ടെ, എവിടെയെങ്കിലും വല്ല മുറിവോ വല്ല ഉണ്ടോ? ഇക്കിളിയാവുന്നു പെണ്ണെ. കൊച്ചു കുഞ്ഞൊന്നും ആവണ്ട. ആ അയ്യോ, ഇതെന്താ? എന്താ? ഒരു വാരിയല്ലോ, കാണുന്നില്ലല്ലോ. അയ്യോ അതെ, ഞാൻ ഒരു ദിവസം ഉറങ്ങി കിടക്കുമ്പോ ഒരു മന്ത്രവാദി ഒന്ന് ഊരിയെടുത്ത് സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപം ഉണ്ടാക്കി. എന്നിട്ട് അവൾക്ക് ജീവൻ കൊടുത്ത് എന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. എന്നിട്ട് എവിടെ? എന്നിട്ടോ? എവിടെന്നോ? ആ സുന്ദരിയോ? ഇവിടെ. ഡോക്ടർ എന്താ ആലോചിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ചില പഴയ ഓർമ്മകളിലേക്ക് വീണുപോയി. അപ്പോൾ ചിലപ്പോഴൊക്കെ ഡോക്ടർ സ്വയം വേദനിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് അല്ലേ? വേദന എന്റെ കൂടപ്പിറപ്പാണ് വിജയൻ. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മറ്റൊരാളോട് പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടില്ലേ? ദുഃഖത്തിൽ സഹതപിക്കാനല്ലേ മറ്റുള്ളവർക്ക് കഴിയൂ. സ്നേഹിക്കുന്നവർ തമ്മിൽ സന്തോഷം പങ്കുവെക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുഃഖവും പങ്കുവെച്ചൂടെ? എല്ലാം ഞാൻ പറയാം.
ചെറുപ്പത്തിലെ എൻ്റെ അമ്മ മരിച്ചു. എല്ലാമായി എൻ്റെ അച്ഛൻ ആ വേദന പോലും അറിയിക്കാതെ എന്നെ താലോലിച്ച് വളർത്തി. ഒരു ഡോക്ടറായതിനു ശേഷം ആർഭാടപൂർവ്വം വിവാഹവും നടത്തി. ഡോക്ടർ വിവാഹിതയാണോ? അപ്പോൾ ഭർത്താവ്? എന്റെ ഭർത്താവ് ഒരു പൈലറ്റ് ഓഫീസറായിരുന്നു. സ്നേഹം എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സ്നേഹം ദീർഘനാൾ അനുഭവിക്കാൻ വിധി എന്നെ അനുവദിച്ചില്ല. ഒരു വിമാന അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരിച്ചുപോയി. ആ ഷോക്കിൽ എന്റെ അച്ഛനും മരിച്ചുപോയി. എന്ത് പറഞ്ഞ് ഡോക്ടറെ ആശ്വസിപ്പിക്കണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരാശ്വാസം കിട്ടുന്നത് പോലെ അനുഭവപ്പെടുന്നു. എന്റെ ദുഃഖകഥകൾ പറഞ്ഞ് ഞാൻ വിജയനെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം. കാണുമ്പോഴുണ്ടാവുന്ന സന്തോഷത്തിന് വേണ്ടിയെങ്കിലും. എത്ര നാളായി കണ്ടിട്ട്? വിനോദ് എന്താ നീയുടെ കോളേജിൽ വരാത്തത്? എന്റെ അച്ഛൻ മരിച്ചുപോയി. അതൊരു വെറും മരണമായിരുന്നില്ല, കൊലപാതകമായിരുന്നു. എന്നിട്ട് പോലീസ് പരാതിപ്പെട്ടില്ലേ? എന്റെ അച്ഛനെ കൊന്നവനോട് ഞാൻ തന്നെ പകരം ചോദിക്കും. വിനോദ്, പഴയതുപോലെ നിനക്കെന്നെ എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ല. നീ വിഷമിക്കരുത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞങ്ങളുടെ സ്കൂളിന്റെ വാർഷികം അടുത്ത ആഴ്ചയാണ്. അതിന് ഡോക്ടറെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. അതിനെന്താ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇത് മിസ്റ്റർ വിജയൻ. ഇവരിവിടെ അടുത്തുള്ള ബ്ലൈൻഡ് സ്കൂളിലെ ടീച്ചേഴ്സാണ്. ഓഹോ. വിജയനാൽ കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കണം. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യാം. ഞങ്ങളുടെ പൊതുസമ്മേളനത്തിൽ ഡോക്ടറെയാണ് അധ്യക്ഷയായി ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നെയോ? എന്നെക്കാൾ നല്ല ഒരാളെ അധ്യക്ഷനായി ഞാൻ നിങ്ങൾക്ക് തരാം മിസ്റ്റർ വിജയൻ. അയ്യോ ഡോക്ടർ, ഒന്നും പറയണ്ട. അടുത്ത ഞായറാഴ്ച സ്കൂളിൽ എത്തിയാൽ മാത്രം മതി. സുഹൃത്തുക്കളെ, കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില മനസ്സിലാക്കാത്തവരാണ് നമ്മൾ. കണ്ണില്ലാത്തവരുടെ വേദന കാണാനുള്ള കണ്ണുകൾ പോലും നമ്മൾ പലർക്കുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് അടച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ഈ സ്ഥാപനത്തിലെ കുട്ടികളുടെ ക്ഷേമനിധിയിലേക്ക് എന്റെ ഒരു എളിയ സംഭാവനയായി 1,00,000 രൂപ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും വെളിച്ചം കാണാൻ സാധിച്ചാൽ ഞാൻ കൃതാർത്ഥനാണ്. ഇത് സ്വീകരിക്കണമെന്ന് മദർ സുപ്പീരിയറിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മാലതിക്ക് എന്താ വേണ്ടേ? വിജയൻ ഓർഡർ ചെയ്തോളൂ. സാൻഡ്വിച്ചസ്, ഐസ്ക്രീം ആൻഡ് കോഫി. ഐസ്ക്രീമാണ് എനിക്കിഷ്ടമെന്ന് വിജയൻ എങ്ങനെ മനസ്സിലാക്കി? കുറച്ചു കാലത്തെ പരിചയമുള്ളെങ്കിലും മാലതിയുടെ ഇഷ്ടങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചുള്ളൂ. ചേട്ടാ, ഇതാണ് ഞാൻ പറയാറുള്ള ഡോക്ടർ മാലതി, എന്റെ അനിയത്തി രേവതി. എന്റെ ഏക സമ്പാദ്യം ഇവളാണ്. എന്റെ ചേട്ടൻ വെറൊരു പാവാണ് കേട്ടോ. പക്ഷെ അനിയത്തെ പറ്റി പറയുമ്പോൾ ചേട്ടൻ 7 നാക്കാണ്. ഡോക്ടറെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാ. അതിരിക്കട്ടെ, രേവതി ഇതുവരെ എന്റെ വീട്ടിലൊന്നും വന്നിട്ടില്ലല്ലോ. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നു. പോരെ? ഇനി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. 250 രൂപയുണ്ട്. ഞാൻ വരട്ടെ. നമുക്കിന്ന് രാത്രി ഒരു സ്ഥലം വരെ പോകണം. അങ്ങനെ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് വരണം. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ റെഡി ആയിരിക്കും കേട്ടോ. ശരി.
ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണ്? എടി നിന്നോടാണ് ചോദിച്ചത്. എന്താ നാം ഇറങ്ങിപ്പോയോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? മോളെ, നീ കരയാതെ. അച്ഛനാണ് തെറ്റ് ചെയ്തത്. ഉപദേശിച്ച് നന്നാക്കേണ്ടതിന് പകരം വിജയനെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടു. അവൻ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ കരയാതെ. ഇല്ല, ഇനി ഞാനിത് അനുവദിക്കയില്ല. അച്ഛൻ പോയിട്ട് വരും.